അഷ്കർ, ഇപ്പോൾ PMA സലാം കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിന് വളരെ കൃത്യമായി തന്നെ PMA സലാം പറയുന്നു. ആ ബൈറ്റ് നമുക്ക് കട്ട് ചെയ്ത് വെക്കുകയും വേണം. PMA സലാം പറയുന്നത് അസോസിയേറ്റ് കക്ഷിയാക്കുമെന്നുള്ള കാര്യം UDF തീരുമാനിച്ചിരുന്നു, ആ വിവരം അറിയിച്ചിരുന്നു PV അൻവറിനെ എന്നുള്ളതാണ്. അപ്പോൾ ഇനി PV അൻവറിന്റെ ആ വാദം നിലനിൽക്കില്ല. പക്ഷേ ഇനി KC വേണുഗോപാലിനെ കാണാൻ PV അൻവർ പോകുമ്പോൾ അത് VD സതീശനെതിരെയുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കാം ഒരു ഭാഗത്ത് വേണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അടൂർ പ്രകാശും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അടൂർ പ്രകാശും PV അൻവറിനെ കാണാൻ പോവുകയാണ്. ചുരുക്കത്തിൽ മഞ്ഞുരുകുന്നു എന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത്? VD സതീശനെതിരെ ഇന്നലെ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച ഒന്ന് തന്നെയാണ്. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന് UDF യോഗം തീരുമാനിക്കുകയും അത് അൻവറിനെ അറിയിക്കുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളതാണ്. അതിൽ കൃത്യമായി അൻവർ നൽകുന്ന മറുപടി, UDF അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയതായി അന്നത്തെ UDF കൺവീനറായിട്ടുള്ള MM ഹസൻ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ട VD സതീശനും തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് തീരുമാനം അറിയിക്കും. അതിൽ ഡിക്ലറേഷൻ അൻവറുമായും മറ്റ് ഘടകകക്ഷികളുമായും ചർച്ച നടത്തിയ ശേഷം അത് ഡിക്ലെയർ ചെയ്യും, ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുമെന്ന് VD സതീശനും അറിയിക്കുകയും ചെയ്തു. എന്നാൽ അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം ഈ മാസം 15-ാം തീയതി VD സതീശനുമായി അതിൻ്റെ ഭാഗമായി ചർച്ച നടത്തുകയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസത്തിലേക്ക് ഡിക്ലറേഷൻ നൽകാമെന്ന് VD സതീശൻ ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പോലും ഇതുവരെയും ഔദ്യോഗികമായി UDF അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നിടത്താണ് PV അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം. അഥവാ ഔദ്യോഗികമായി UDF തീരുമാനമെടുത്തിട്ടും ഘടകകക്ഷികളും UDF യോഗം ചേർത്ത് തീരുമാനിച്ചിട്ടും പ്രതിപക്ഷ നേതാവിനെ അതിൽ ചുമതലപ്പെടുത്തിയിട്ടും പ്രതിപക്ഷ നേതാവും UDF നേതാക്കളും ഒക്കെ തന്നെ അത്തരമൊരു ഉറപ്പ് നൽകിയിട്ട് പോലും ഔദ്യോഗികമായി ഇതുവരെ UDFിൻ്റെ അസോസിയേറ്റഡ് ഘടകകക്ഷിയാണ് തൃണമൂൽ എന്നുള്ളത് ഔദ്യോഗികമായി ഇതുവരെ UDF നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് ചുമതലപ്പെടുത്തിയ VD സതീശൻ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതൊരു തർക്കത്തിലേക്കൊക്കെ പോകാൻ വഴിവെച്ചത് എന്നാണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. രണ്ടാമത്തേത്, വലിയ തോതിലുള്ള ശ്രമങ്ങൾ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതിന് വേണ്ടി UDFിൻ്റെ ഭാഗമായി നിൽക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പാലക്കാട് വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്തു, സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പനമരത്തും ചുങ്കത്തറയിലും UDFിന് ഭരണം പിടിച്ചു കൊടുക്കാൻ വേണ്ടി, അവിടെ പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഇടപെട്ടു. പക്ഷേ അങ്ങനെ പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും വലിയ അവഗണനയാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. VD സതീശൻ തന്നെ ചർച്ച നടത്തി ഉറപ്പ് നൽകിയിട്ട് പോലും പിന്നീട് തുടർ ചർച്ചകൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ പ്രഖ്യാപനത്തിനോ പ്രതിപക്ഷ നേതാവ് ആരും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വസ്ത്രാധിക്ഷേപം നടത്തി, രാഷ്ട്രീയമായി വസ്ത്രാധിക്ഷേപം നടത്തി തെരുവിലിറക്കി തൻ്റെ മേൽ ചെളി വാരി എറിയുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് എന്നുള്ള ഗുരുതരമായൊരു വിമർശനം കൂടിയാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും PV അൻവർ അവസാനമായി പറഞ്ഞു വെക്കുന്നത് KC വേണുഗോപാലുമായിട്ടുള്ള ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ്. KC വേണുഗോപാലോട് നടത്തുന്ന ചർച്ചയിലൂടെ തന്നെ UDF മുന്നണി പ്രവേശനം ഇനിയും സാധ്യമാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും PV അൻവറിനുള്ളത്. അതേസമയം തന്നെ നിലമ്പൂരിൽ ആവശ്യമെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ, അഥവാ ഇനി KC വേണുഗോപാൽ അനുകൂല നിലപാടെടുത്തിട്ട് പോലും VD സതീശൻ അടക്കമുള്ളവർ വഴങ്ങുന്നില്ല എങ്കിൽ നിലമ്പൂരിൽ മത്സരത്തിലേക്ക് പോകുക എന്നത് തന്നെയാണ് PV അൻവറുടെ തീരുമാനം. അതിന്റെ ഒരുക്കങ്ങൾ PV അൻവർ ക്യാമ്പുകൾ തകൃതിയായി നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊപ്പം റോഷി കൂടിയുണ്ട്. റോഷി, എന്താണ് ഇനി കോൺഗ്രസ് ക്യാമ്പിലെ പ്രധാന നീക്കം? ഇപ്പോൾ VD സതീശനെ തള്ളി KC വേണുഗോപാലിലേക്ക് പോവുകയാണ് PV അൻവർ. ഇവിടെ കാര്യം തീരുമാനമായില്ല. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF ചെയർമാനായ VD സതീശൻ ഈ അസോസിയേറ്റ് കക്ഷിയാക്കുന്ന കാര്യമെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ വിഷയം ഒഴിവാക്കാമായിരുന്നു എന്ന സൂചനയാണ് PV അൻവർ നൽകുന്നത്. PV അൻവർ KC വേണുഗോപാലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ PV അൻവറിന് ഒരു ആത്മവിശ്വാസമുണ്ട്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ഉടൻ തന്നെ പ്രഖ്യാപന സംസ്ഥാനത്തുണ്ടാവുന്നു, UDFിൻ്റെ ഘടകകക്ഷിയുമായിട്ട് അസോസിയേറ്റ് കക്ഷിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അതായത് KC വേണുഗോപാലിനുള്ളൊരു ആത്മവിശ്വാസം എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ? അരുൺകുമാർ, നിലവിലെ സാഹചര്യത്തിൽ PV അൻവർ നിലപാട് മയപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഇന്നലെയുള്ള കടുത്ത നിലപാടല്ല, പക്ഷെ എങ്കിൽ പോലും ഇനി തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണ്. കാരണം UDF ഏകോപന സമിതി ചേർന്ന അന്ന് ചെയർമാനായ VD സതീശനെ PV അൻവറിനോടുള്ള സമീപനം ഏത് തരത്തിൽ PV അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ചുമതല നൽകിയതാണ്. ആ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വരണം, ഔദ്യോഗികമായ പ്രഖ്യാപനം വരണമെന്നാണ്. അല്ലാതെ അതിൽ നേരത്തെ തന്നെ ചില സൂചനകൾ ഇങ്ങനെ അസോസിയേറ്റ് അംഗമാക്കുമെന്നൊക്കെയുള്ള സൂചനകൾ അല്ലാതെ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിൽ അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചില്ല എന്ന വാദമാണ് ഇപ്പോൾ PV അൻവർ ഉയർത്തുന്നത്. സ്വാഭാവികമായും ഇനി പന്ത് UDFിന്റെ കോർട്ടിലാണ്. അങ്ങനെ ഒരു തീരുമാനം വരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ
ഇതിൽ ഇപ്പോൾ തന്നെ പറയുന്നത് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ അടക്കം തന്നെ ബന്ധപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ PV അൻവറിന് വിശ്വാസമുള്ള നേതാക്കൾ അവരാകാം. അതുകൊണ്ട് തന്നെ അവരാരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ഒരാവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നതായുള്ള സൂചനകൾ വാക്കുകളിലുണ്ട്. ഇനി ഏതായാലും KC വേണുഗോപാലുമായി സംസാരിക്കുമെന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്ന സൂചനയാണ്. കാരണം രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രിയോടെയാണ് തിരിച്ച് കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്തുണ്ട്. അടൂർ പ്രകാശ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെടാത്ത മറ്റു നേതാക്കൾ കൂടി, ഈ വിഷയം സങ്കീർണമായതിനു ശേഷം ഇടപെടാത്ത മറ്റു നേതാക്കൾ കൂടി ഇടപെടാൻ സാധ്യതയുണ്ട്. കാരണം ലീഗിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ടാണ് ലീഗ് അനാവശ്യമായി ആളുകളെ, ഒരേ നിലപാടുള്ള ആളുകളെ ഒപ്പം നിർത്തണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം LDF-നെതിരെ, പിണറായി വിജയനെതിരെ ശക്തമായ നിലപാട് PV അൻവർ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അൻവറിനെ ഒപ്പം നിർത്തുന്നതാണ് ഗുണകരമെന്ന അഭിപ്രായമാണ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ വികാരപ്രകടനം PV അൻവർ നടത്തിയെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കണമെന്ന നിലപാട് കൂടി ലീഗിനുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇന്നലെ 2 വട്ടം മുസ്ലിം ലീഗ് നേതാക്കൾ, അത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയത്തിൽ ഇടപെട്ടത്. ഏതായാലും അൻവറിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് അൻവറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് എത്തുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ന് മലപ്പുറം ജില്ലയിലെത്തുന്നുണ്ട്. പക്ഷേ നിലമ്പൂരിലേക്ക് വരുന്നില്ല. PV അൻവർ ഒരുപക്ഷേ KC വേണുഗോപാലിനെ നേരിട്ട് കാണാൻ ശ്രമിക്കും. KC വേണുഗോപാലോട് കാര്യങ്ങൾ പറയാനാണ് സാധ്യത. അൻവറിന് ഇപ്പോഴും UDF-നൊപ്പം നിന്ന് മുന്നോട്ട് പോകണമെന്ന താല്പര്യമുണ്ടെന്ന് അൻവറിന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുന്നത്. അരുൺകുമാർ, ഓക്കെ, ഇനി അറിയേണ്ടത് VD സതീശന്റെ പ്രതികരണമാണ്. ഈ വിഷയത്തിൽ VD സതീശൻ പ്രതികരിക്കുമോ, അതല്ല KC വേണുഗോപാലിനെ കൂടി കണ്ടതിന് ശേഷമുള്ള പ്രതികരണമാണോ ഉണ്ടാവുക? ജൂൺ 3-ാം തീയതി നടക്കാൻ പോകുന്ന UDF യോഗത്തിനു ശേഷമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. കാത്തിരിക്കാം. അതുവരെ PV അൻവർ കാത്തിരിക്കുമോ, മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമോ? 2-ാം തീയതി ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കേണ്ട ദിവസങ്ങൾ അടുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അന്തിമ തീരുമാനത്തിലേക്ക് എല്ലാവരും കാത്തിരിക്കുന്നത്.